നമുക്ക് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റൂഫ് ഓഫ് ദ വേൾഡിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് വിച്ച് ആർ ദേ. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാം? ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 5 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതെല്ലാം? ഒന്നാമത്തത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, 2 നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, 3 പെനിൻസുലാർ പ്ലേറ്റു, 4 ദ ഇന്ത്യൻ ഡെസേർട്ട്, 5 ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉത്തരപർവ്വത മേഖല, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തരേന്ത്യൻ സമതലം, പിന്നെ ദ പെനിൻസുലാർ പ്ലേറ്റു ഉപദ്വീപീയ പീഠഭൂമി, അടുത്തത് ദ ഇന്ത്യൻ ഡെസേർട്ട് ഇന്ത്യൻ മരുഭൂമി, അടുത്തത് ലാസ്റ്റ് വൺ ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് തീര സമതലങ്ങളും ദ്വീപുകളും. ഓക്കെ, അടുത്തത് വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഈസ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ച് പർവ്വതനിര ഏതാണ്? പാമീർ നോട്ട്. ഇനി ഐഡന്റിഫൈ ദ മൗണ്ടെയിൻ റേഞ്ചസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ പാമീർ നോട്ട്. പാമീർ നോട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മൗണ്ടെയിൻ റേഞ്ചസ് പർവ്വതനിരകൾ ഏതെല്ലാമാണ്? 5 എണ്ണമാണുള്ളത്. കുൻലുൻ, ഹിന്ദുക്കുഷ്, കാരക്കോറം, ത്യാൻഷാൻ, സുലൈമാൻ. ഏതാണ്? കുൻലുൻ, ഹിന്ദുക്കുഷ്, കാരക്കോറം, ത്യാൻഷാൻ, അതുപോലെ സുലൈമാൻ. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് വൈസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ. ഒന്നാമത്തെ പോയിന്റ് റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി. റിലേറ്റീവ്ലി യങ് എന്ന് വെച്ചാൽ താരതമ്യേന, യങ് എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞതും, ലോഫ്റ്റി എന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് ഉള്ള ഉയരം കൂടിയതും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഫോംഡ് ബൈ ദ ഫോൾഡിംഗ് ഓഫ് റോക്ക് ലെയേഴ്സ്. റോക്ക് ലെയേഴ്സ് എന്ന് വെച്ചാൽ ശിലാപാളികൾ, ശിലാപാളികളുടെ ഫോൾഡിങ് എന്ന് വെച്ചാൽ വലനം. അപ്പോൾ വലനം മൂലമാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സിന്റെ ശിലാപാളികളുടെ ഫോൾഡിങ്ങിലൂടെ, അതിന്റെ വലനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി, രണ്ടാമത്തെ പോയിന്റ് ഫോംഡ് ബൈ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സിന്റെ ഫോൾഡിങ്ങിലൂടെ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ്. വെസ്റ്റ് സൈഡിലെ റിവർ ഇൻഡസ് മുതൽ, റിവർ ഇൻഡസ് എന്ന് വെച്ചാൽ നമ്മുടെ സിന്ധു നദി മുതൽ ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ് സൈഡിലെ ബ്രഹ്മപുത്ര നദി വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. അപ്പം ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം, ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാപിച്ചിട്ടുണ്ട്. എവിടെ മുതൽ എവിടെ വരെ? ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് സൈഡിലെ ഇൻഡസ് റിവർ മുതൽ, സിന്ധു നദി മുതൽ റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ് സൈഡിലെ ബ്രഹ്മപുത്ര നദി വരെ. ഇത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അടുത്ത പോയിന്റ് ദേ ആർ 150 to 400 കിലോമീറ്റർ വൈഡ്. ഇതിന്റെ വൈഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഇനി പ്രസൻസ് ഓഫ് ഹൈ പീക്സ്, ഗ്ലേസിയേഴ്സ് ആൻഡ് വാലീസ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് എന്തൊക്കെയുണ്ട്? ഹൈ പീക്സ്, ഉയർന്ന കൊടുമുടികളുണ്ട്. ഗ്ലേസിയേഴ്സ് എന്ന് വെച്ചാൽ ഹിമാനികൾ, വലിയ മഞ്ഞുകട്ടകൾ, അതാണ് ഗ്ലേസിയേഴ്സ്. അപ്പോൾ ഗ്ലേസിയേഴ്സ് ഉണ്ട്. ആൻഡ് വാലീസ് എന്ന് വെച്ചാൽ താഴ്വരകൾ. അപ്പോൾ ഇതൊക്കെ എവിടെയുണ്ട്? നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിലുണ്ട്. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ആണ് ഇതവിടെ കൊടുത്തിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമാണിത്. അപ്പം ഇവിടെ ദേ ആർ 2400 കിലോമീറ്റർ ലോങ് എന്ന ഒരു പോയിന്റും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. 2400 കിലോമീറ്റർ ലെങ്തും കൂടി അതിനുണ്ട്. ഏതിന്? ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അതിൻ്റെ ലെങ്ത് 2400 കിലോമീറ്ററും വിഡ്ത്ത് 150 മുതൽ 400 കിലോമീറ്റർ വരെയുമാണ്. അടുത്തത് ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 വിച്ച് ആർ ദേ. ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമുക്ക് ടോപ്പോഗ്രഫി അനുസരിച്ച് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയാസ്, രണ്ടാമത്തത് ദ ഹിമാലയാസ്, മൂന്നാമത്തത് ദ ഈസ്റ്റേൺ ഹിൽസ്. ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഭൂപ്രകൃതി സവിശേഷതകളെ അടിസ്ഥാനമാക്കി നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ, വടക്കൻ പർവ്വത മേഖലയെ ക്ലാസിഫൈഡ് ഇൻ ടു 3ആയിട്ട് തരംതിരിക്കാം. വിച്ച് ആർ ദേ? അവ ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ് ഹിമാലയം, രണ്ടാമത്തത് ദ ഹിമാലയം, മൂന്നാമത്തത് ദ ഈസ്റ്റേൺ ഹിൽസ്, അതായത് കിഴക്കൻ കുന്നുകൾ. ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക്. അപ്പോൾ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ കുന്നുകൾ. ഓക്കെ.
ഇനി ഹൗ ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോംഡ് റൈറ്റ് എക്സാമ്പിൾസ്. ഈ ഫോൾഡ് മൗണ്ടെയ്ൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അവയ്ക്ക് ഉദാഹരണം എഴുതുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കുള്ളൂ. ഫോൾഡഡ് മൗണ്ടെയ്ൻസ് ഫോംഡ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് സെഡിമെൻ്ററി റോക്ക് സ്ട്രേറ്റ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള അല്ലെ ഭൂവൽക്കത്തിലുള്ള ഭൂമിയുടെ ഭൂവൽക്കത്തിലുള്ള സെഡിമെൻ്ററി റോക്ക് സ്ട്രേറ്റ. സെഡിമെൻ്ററി റോക്ക് സ്ട്രേറ്റ് എന്ന് വെച്ചാൽ ശിലാപാളികൾക്ക് കംപ്രഷൻ എന്ത് സംഭവിക്കുന്നു, കംപ്രഷൻ സമ്മർദ്ദം സംഭവിച്ചാണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് എഴുതാൻ പറയുമ്പോൾ ദ ഹിമാലയാസ്, ദ ആൽപ്സ്. ഹിമാലയവും ആൽപ്സ് എന്ന് പറയുന്ന വേറൊരു പർവ്വതമുണ്ട്. അപ്പോൾ ഹിമാലയം, ആൽപ്സ് എന്നിവ എന്താണ്, ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിളാണ്, മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെ, ഉദാഹരണങ്ങൾ എഴുതുക. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നുണ്ട്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോംഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോൾഡിങ്. ഫോൾഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് ഫോൾഡഡ് മൗണ്ടെയ്ൻസ് ഫോം ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. ഉദാഹരണം ഹിമാലയം, ആൽപ്സ്. ഹിമാലയവും ആൽപ്സും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിന്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം നമുക്ക്. നോക്കിയോളൂ. നോർത്തേൺ മോസ്റ്റ് ഡിവിഷനാണ് ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ. അതായത് ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ്, ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ. അതാണ് നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ. ഇനി രണ്ടാമത്തത് നോൺ ആസ് ടിബറ്റൻ ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയാസ്. ടിബറ്റൻ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ആവറേജ് എലിവേഷൻ ഓഫ് 3000 മീറ്റേഴ്സ്. ഇതിൻ്റെ ആവറേജ് എലിവേഷൻ, ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഏത് ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെയൊക്കെ ശരാശരി ഉയരം അല്ലെങ്കിൽ ആവറേജ് എലിവേഷൻ 3000 മീറ്റേഴ്സ്, 3000 മീറ്റർ ആണ്. ഇനി അപ്രോക്സിമേറ്റ് വിഡ്ത്ത് ഓഫ് 40 കിലോമീറ്റർ ആൻഡ് എ ലെങ്ത് ഓഫ് 965 കിലോമീറ്റർ. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഏകദേശം വീതി എന്ന് പറഞ്ഞത് 40 കിലോമീറ്ററും പിന്നെ ലെങ്ത് 965 കിലോമീറ്ററുമാണ്. അപ്രോക്സിമേറ്റ് വിഡ്ത്ത് 40 കിലോമീറ്റർ, ലെങ്ത് 965 കിലോമീറ്റർ. ഓക്കെ. ഇനി ദ കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ ആർ ദ ഇമ്പോർട്ടൻറ്റ് റേഞ്ചസ് ദാറ്റ് ബിലോങ് ടു ദ ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒരു 5 ഫീച്ചേഴ്സാണുള്ളത്. ഒന്നാമത്തെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ, ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ഈ ട്രാൻസ് ഹിമാലയാസ്. രണ്ടാമത്തെ നോൺ ആസ് ടിബറ്റൻ ഹിമാലയാസ്. ഈ ട്രാൻസ് ഹിമാലയാസ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ടിബറ്റൻ ഹിമാലയാസ്. മൂന്നാമത്തത് ആവറേജ് എലിവേഷൻ ഓഫ് 3000 മീറ്റേഴ്സ്. ഇതിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. അടുത്ത അപ്രോക്സിമേറ്റ് വിഡ്ത്ത് ഓഫ് 40 കിലോമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് 965 കിലോമീറ്റർ. ഇതിൻ്റെ വിഡ്ത്ത് 40 കിലോമീറ്ററും ലെങ്ത് 965 കിലോമീറ്ററുമാണ്. ഇനി കാരക്കോറം, ലഡാക്ക്, സസ്കർ ആർ ദ ഇമ്പോർട്ടൻറ്റ് റേഞ്ചസ് ദാറ്റ് ബിലോങ് ടു ദ ട്രാൻസ് ഹിമാലയാസ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട റേഞ്ചസ് എന്ന് വെച്ചാൽ മലനിരകളുണ്ട്. ഈ നിരകൾ ദാറ്റ് ബിലോങ്സ് ടു ദ ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തിൽ ബിലോങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുന്നവ. ഇത്രയാണ് ഇതിൻ്റെ പോയിന്റ്. ഇനി മലയാളം മീഡിയം നോക്കിയോളൂ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വടക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത്, ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ശരാശരി ഉയരം 3000 മീറ്ററാണ്. എൻ്റെ ഉയരം ശരാശരി 3000 മീറ്ററാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. 40 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി, 965 കിലോമീറ്റർ നീളമുണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയൊക്കെ ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 3 നിരകളാണ്. അടുത്ത നെയിം ദ മൗണ്ടെയിൻ റേഞ്ച് ദാറ്റ് കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദ പാമീർ നോട്ട്. ഹിമാലയത്തിനെ പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതാണ്? കാരക്കോറം റേഞ്ച്. ഹിമാലയവും പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് കാരക്കോറം റേഞ്ച്. ഹിമാലയത്തെ പാമീർ കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയുടെ പേര് കാരക്കോറം നിര. അടുത്ത വാട്ട് ഈസ് ദ ആവറേജ് എലിവേഷൻ ഓഫ് മൗണ്ടെയിൻസ്. പർവ്വതങ്ങളുടെ ശരാശരി ഉയരം എത്രയാണ്? അതായത് മിനിമം ഇത്ര ഉയരം ഉണ്ടെങ്കിൽ അതൊരു പർവ്വതമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൂ, അതൊരു മൗണ്ടെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണ്? അപ്പോൾ എബോവ് 900 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മളൊരു മൗണ്ടെയിനായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ. മിനിമം 900 മീറ്റർ ഉയരം ആർക്ക് വേണം? ഒരു മൗണ്ടെയിന് വേണം. എവിടെ നിന്ന്? ഫ്രം ദ സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന്. ഇനി മേജർ മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദ നോർത്തേൺ മൗണ്ടെയിൻസ്. നോർത്തേൺ മൗണ്ടെയിനിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത്. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ നമ്മൾ പഠിച്ചതാണ്. ഇനി ഹിമാലയത്തിൽ ആരൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അടുത്ത ഈസ്റ്റേൺ ഹിൽസിൽ വരുന്നത് ഏതൊക്കെയാണ്? പത്കായ് ബൂം, നാഗാ ഹിൽസ്, മീസോ ഹിൽസ്, ഖാരോ, ഖാസി, ജാന്തിയ.
അപ്പോൾ ഈസ്റ്റേൺ ഹിൽസിൽ വരുന്ന ഏതൊക്കെയാണ്? പത്കായ് ബൂം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ഗാരോ, ഖാസി, ജയന്തിയ. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ: ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിലെ ഖാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പത്കായ് ബൂം, നാഗ കുന്നുകൾ. ഓക്കെ. അടുത്ത നെയിം 3 പാരലൽ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഈസ്റ്റ്വാർഡ്സ് ടു ദ സൗത്ത് ഓഫ് ദ ട്രാൻസ് ഹിമാലയാസ്. അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് നിന്ന് കിഴക്കോട്ട് വ്യാപിച്ച് കിടക്കുന്ന 3 സമാന്തര പർവ്വത നിരകളുടെ പേരെഴുതുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട്, അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കിഴക്കോട്ട് വ്യാപിച്ച് കിടക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ, 3 സമാന്തര പർവ്വത നിരകൾ കാണപ്പെടുന്നവയുടെ പേരെഴുതാനാണ്. ഏതൊക്കെയാണത്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 റേഞ്ചസ് ടുഗദർ ഫോം ഹിമാലയാസ്. ഹിമാലയം രൂപപ്പെട്ടിട്ടുള്ളത് 3 പർവ്വത നിരകൾ ചേർന്നാണ്. വാട്ട് ആർ ദ 3? ആ 3 റേഞ്ചസ് ഏതൊക്കെയാണ്? ആ 3 നിരകൾ ഏതൊക്കെയാണ്? ദ ഹിമാദ്രി, ദ ഹിമാചൽ, ദ ശിവാലിക്. ഇത് 3 മനസ്സിലായോ? അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന 3 സമാന്തര പർവ്വത നിരകളുടെ പേരെഴുതുക. അല്ലെങ്കിൽ 3 പർവ്വത നിരകൾ ചേർന്നാണ് ഹിമാലയം രൂപം കൊള്ളുന്നത്. 3 പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അടുത്ത ക്വസ്റ്റ്യൻ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അത് 3 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിമാലയാസ് അതൊക്കെയാണ്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി എന്തെന്നറിയപ്പെടുന്നു? ഹിമാദ്രി അറിയപ്പെടുന്ന പേര് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. ഗ്രേറ്റർ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നു. അടുത്ത ഹിമാചൽ അറിയപ്പെടുന്ന പേരാണ് ലെസർ ഹിമാലയാസ്. അല്ലേ? ഹിമാചൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലെസർ ഹിമാലയാസ്. അടുത്ത ശിവാലിക് അറിയപ്പെടുന്ന പേര് ഔട്ടർ ഹിമാലയാസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ശിവാലിക് ഔട്ടർ ഹിമാലയാസ്, ഹിമാചൽ ലെസർ ഹിമാലയാസ്, ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്നിങ്ങനെ 3 പേരുകളിൽ. ഇനി ഹിമാദ്രിയുടെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഇവിടെ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ നോട്ടായിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? ആവറേജ് എലിവേഷൻ 6100 മീറ്റേഴ്സ്. 6100 മീറ്ററാണ് ഇതിൻ്റെ ശരാശരി ഉയരം. ആവറേജ് എലിവേഷൻ ഹിമാദ്രിയിലാണ് ഏറ്റവും ഉയരം കൂടിയ കുന്നുകളൊക്കെ ഉള്ളത്. ഇനി വിഡ്ത്ത് നിയർലി 25 കിലോമീറ്റർ. ഇതിൻ്റെ വിഡ്ത്ത് 25 കിലോമീറ്റർ ആണ് ഏകദേശം. ഇനി സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻസ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതനിരകൾ. സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻസ്, മഞ്ഞു മൂടിയ പർവ്വതനിരകൾ. അതാണ് സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻസ് ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാദ്രിയുടെ പ്രത്യേകതകൾ: ആവറേജ് എലിവേഷൻ 6100 മീറ്റേഴ്സ്, വിഡ്ത്ത് 25 കിലോമീറ്റർ, സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻ. ഇനി ഹിമാചലിൻ്റെ നോക്കിയാലോ. ഇറ്റ്സ് എലിവേഷൻ 3500 to 4500 മീറ്റേഴ്സ്. 3500 മുതൽ 4500 വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റർ. അതിൻ്റെ വിഡ്ത്ത് 60 മുതൽ 80 കിലോമീറ്റർ വരെ. ഹിമാദ്രിക്ക് 25 കിലോമീറ്ററേ ഉള്ളൂ. ഹിമാചലാകുമ്പോൾ 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വിഡ്ത്ത്. എന്നാൽ എലിവേഷൻ ഹിമാദ്രിക്ക് 6100 മീറ്റർ ഉണ്ട്. ഹിമാചലിന് 3500 മുതൽ 4500 വരെ. അടുത്ത ശിവാലിക്കിലാണെങ്കിലോ ശിവാലിക് അറിയപ്പെടുന്ന സദേൺ മോസ്റ്റ് റേഞ്ച്, ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. ഇനി ബോർഡേഴ്സ് ഓഫ് ദി ഗംഗാ പ്ലെയിൻ്റെ, അതായത് നമ്മളെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള പ്രദേശമാണ് ഗംഗാ പ്ലെയിൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഗംഗാ പ്ലെയിൻ. അപ്പോൾ ഈ ഗംഗാ പ്ലെയിൻ്റെ ബോർഡർ ഇത് എന്ത് ചെയ്യുന്നു? ബോർഡർ ഷെയർ ചെയ്യുന്നു, അതായത് ശിവാലിക്. അപ്പോൾ ബോർഡേഴ്സ് ഓഫ് ദ ഗംഗാ പ്ലെയിൻ്റെ ബോർഡറാണത്. ഇനി വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 150 കിലോമീറ്റർ. ഇതിൻ്റെ വിഡ്ത്ത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഹിമാചലിന് 60 മുതൽ 80 വരെ. ഹിമാദ്രിക്ക് 25 കിലോമീറ്റർ. എന്നാൽ ശിവാലിക്കിൻ്റെ വിഡ്ത്ത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയമാണ് കൊടുത്തിട്ട് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഹിമാചൽ ലെസർ ഹിമാലയം ഒന്ന്, ശിവാലിക് ഔട്ടർ ഹിമാലയം ഒന്ന്. ഇനി ഹിമാദ്രിയുടെ പ്രത്യേകത: ഉയരം 6100 മീറ്ററിന് മുകളിലാണ്. വീതി 25 കിലോമീറ്ററാണ്. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നു ഈ ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. ഇനി ഹിമാചലിനെ കുറിച്ച്: സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരം, 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതി. ഇനി ശിവാലിക്കിനെ കുറിച്ച്: ഏറ്റവും പുറമേയുള്ള ഭാഗം. അപ്പോൾ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ടാണ് ഇത് എന്തെന്നറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയാസ്. പിന്നെ ഏറ്റവും തെക്ക് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. പിന്നെന്താണ്? ഗംഗാ സമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നു. ഇത് ഗംഗാ സമുദ്രത്തിൻ്റെ ഒരു അതിരായി നിലകൊള്ളുന്നു. പിന്നെ 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതി. ഇനി നമുക്ക് ഈ 3 റേഞ്ചസിൻ്റെയും ഡീറ്റെയിൽഡ് നോട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഹിമാലയത്തിലെ 3 റേഞ്ചസിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് നോക്കിയോളൂ. ദി ഹിമാലയാസ് കൺസിസ്റ്റ് ഓഫ് 3 പാരലൽ മൗണ്ടൻ റേഞ്ചസ്: ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്.
ടു ദ സൗത്ത് ഓഫ് ദി ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ സൗത്ത് പോർഷനിൽ 3 പാരലായിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇത് മൂന്നിനെയും കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഹിമാലയാസ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹിമാലയാസ് കൺസിസ്റ്റ് ഓഫ്, ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്നു, ഹിമാലയത്തിലുണ്ട് ഏതൊക്കെയാണ്? 3 പാരലൽ മൗണ്ടെയിൻ റേഞ്ചസ്, 3 പാരലായിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ്. അവയുടെ പേരാണ് ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ഹിമാദ്രി, ഹിമാചലും ശിവാലിക്കും. ടു ദ സൗത്ത് ഓഫ് ദി ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ സൗത്ത് സൈഡിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. സൗത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്ത്, ഏറ്റവും താഴെ ഭാഗത്ത്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഒന്നാമത്തത് ശിവാലിക്. ശിവാലിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദ ശിവാലിക് റേഞ്ച് വിച്ച് ഈസ് ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ്. ഹിമാലയൻ റേഞ്ചസിലെ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ശിവാലിക്കാണ്. ആൻഡ് ഫോംസ് ദ ബോർഡേഴ്സ് ഓഫ് ദി ഗംഗാ പ്ലെയിൻ. ഗംഗാ പ്ലെയിനിൻ്റെ ബോർഡർ ഇത് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഹാസ് എ വിത്ത് റേഞ്ചിങ് ഫ്രം ആൻ ആവറേജ് ഓഫ് 60 to 150 കിലോമീറ്റർ. ഇതിൻ്റെ വിത്ത് എത്ര തൊട്ട് എത്ര വരെയാണ്? 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ഹിമാലയ. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. സോ ദിസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയാസ്. അതുകൊണ്ട് ഈ റേഞ്ച് ഔട്ടർ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ ആണോ? ശിവാലിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അടുത്ത ഹിമാചൽ. സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ശിവാലിക്. ശിവാലിക്കിൻ്റെ നോർത്ത് സൈഡിൽ, അതായത് ശിവാലിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ആവറേജ് എലിവേഷൻ ഓഫ് 3500 to 4500 മീറ്റേഴ്സ്. 3500 മുതൽ 4500 വരെ ഉയരമാണ് ഹിമാചലിനുള്ളത്. ഹാസ് എ വിത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റർ. അതിൻ്റെ വിത്ത് എവിടെ മുതൽ എവിടെ വരെ? 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് എൻ്റെ വിത്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ദിസ് റേഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് ലെസ്സർ ഹിമാലയാസ്. ഹിമാചലിൻ്റെ മറ്റൊരു പേര് ലെസ്സർ ഹിമാലയാസ്. അടുത്ത ഹിമാദ്രി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ദ ഇന്നർ ഹിമാലയാസ്. ഇത് ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റേ 2 പേര് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്ന്. ആവറേജ് എലിവേഷൻ ഓഫ് അബൌട്ട് 6100 മീറ്റേഴ്സ്. ഇതിൻ്റെ ആവറേജ് എലിവേഷൻ 6100 മീറ്റർ ആണ്. ദ വിഡ്ത്ത് ഓഫ് ദി റേഞ്ച് ഈസ് നിയർലി 25 കിലോമീറ്റർ. ഇതിൻ്റെ വിഡ്ത്ത് 25 കിലോമീറ്റർ ആണ്. ദീസ് ആർ സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ്. ഇത് സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണാം. മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് ഹൈസ്റ്റ് പീക്ക് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പല പർവ്വതനിരകളും പല കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാദ്രി റേഞ്ചിലാണ്. മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് പീക്ക്. ലോകത്തിലെ ഉയരം കൂടിയ മിക്കവാറും എല്ലാ പീക്സും എല്ലാ കൊടുമുടികളും ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. ഈ റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹിമാദ്രി എന്ന് പറയുന്ന ആ റേഞ്ചിൽ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ മലയാളം മീഡിയം ആണേ. ഹിമാലയൻ രൂപപ്പെട്ടിട്ടുള്ള 3 നിരകൾ ഏതെല്ലാം? അവയെ ഓരോന്നിനെക്കുറിച്ച് വിശദമാക്കുക. ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നീ 3 സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ശിവാലിക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാസമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. ഹിമാചൽ ശിവാലിക്കിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. വീതി 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഹിമാചൽ നിര ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഉയരം? ഇതിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ഹിമാചൽ നിരയുടെ ഉയരം 3500 മുതൽ 4500 മീറ്ററാണ്. ഹിമാദ്രിക്ക് 6100 മീറ്ററിൽ കൂടുതൽ. ഇനി വീതി 60 മുതൽ 80 കിലോമീറ്റർ. ശിവാലിക്കിൻ്റെ വീതി എത്രയാണ്? 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ശിവാലിക്കിൻ്റെ വീതി. ഇനി ഹിമാചൽ നിര എന്നറിയപ്പെടുന്നു ലെസർ ഹിമാലയം. ശിവാലിക്ക് അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ഔട്ടർ ഹിമാലയ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്റർ ഉയരം. അപ്പോൾ ഇതിൻ്റെ ഉയരം 6100 മീറ്ററാണ് ഫ്രം ദ സീ ലെവൽ. പിന്നെ ഏകദേശം 25 കിലോമീറ്റർ വീതിയുണ്ട്. വീതി 25 കിലോമീറ്ററാണ്. പിന്നെ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതനിരകളാണ് ഇവ. മഞ്ഞ് മൂടിയ പർവ്വതനിരകളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളും ഇവിടെ കാണപ്പെടുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്. എന്താണ് ശിലാമണ്ഡല ബലകങ്ങൾ? നോക്കിയോളൂ. ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ഇൻക്ലൂഡ്സ് ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ മാൻഡിൽ. ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്ന ഭാഗമാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്. പോർഷൻസ് ഓഫ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ആർ thousands of kilometers wide ആൻഡ് നിയർലി 100 കിലോമീറ്റർ തിക്ക്. ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റിൻ്റെ ഓരോ പോർഷൻസും ഓരോ കഷ്ണങ്ങളും thousands of kilometers വൈഡ്, ആയിരക്കണക്കിന് കിലോമീറ്റർ വൈഡ് ഉണ്ട്, വിട്തിയുള്ളതും ആൻഡ് നിയർലി 100 കിലോമീറ്റർ തിക്ക്, പിന്നെ 100 കിലോമീറ്ററോളം തിക്നെസ് ഉള്ളതുമാണ് ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്. ദീസ് പ്ലേറ്റ്സ് കവർ ദ കോണ്ടിനെൻ്റൽ പോർഷൻ, ഓഷ്യൻ ബോട്ടം ഓർ ബോത്ത്. ഈ പ്ലേറ്റ്സ് കോണ്ടിനെൻ്റൽ പോർഷൻ കവർ ചെയ്യുന്നുണ്ട്. ഓഷ്യൻ ബോട്ടം എന്ന് പറയുന്ന അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓർ ബോത്ത് അല്ലെങ്കിൽ ഇത് രണ്ടും കവർ ചെയ്യുന്നുണ്ട്.
എന്താണ് ശിലാമണ്ഡല ബലകങ്ങൾ? ഭൂവൽക്കവും മാൻഡലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡല ബലകങ്ങൾ. ഓരോ ശിലാമണ്ഡല ബലകത്തിനും അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുണ്ട്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഓക്കെ, അടുത്ത വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഗ്രോയിങ് ഓഫ് ഹിമാലയസ്? ഹിമാലയ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വെച്ചാൽ ഭൗമശിലാപാളികളുടെ ചലനം മൂലമാണ് ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ടെക്ടോണിക് പ്ലേറ്റ്സ്? എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ബലകങ്ങൾ? ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സ് അല്ലേ, ക്രസ്റ്റിലുള്ള, ക്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് ഉണ്ടല്ലോ, ഭൂവൽക്കത്തിലുള്ള റോക്ക് ബ്ലോക്സ്, ശിലാ പാളികളെയാണ് എന്ത് പറയുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? കോണ്ടിനെൻ്റൽ പോർഷനുണ്ട്, ഓഷ്യാനിക് പാർട്ടുണ്ട്. കോണ്ടിനെൻ്റൽ പോർഷൻ എന്ന് വെച്ചാൽ ഭൂഖണ്ഡങ്ങളുടെ ഭാഗമുണ്ട്, ഓഷ്യാനിക് പാർട്ട് എന്ന് വെച്ചാൽ സമുദ്രങ്ങളുടെ ഭാഗമുണ്ട്. അപ്പോൾ സമുദ്രഭാഗവും വൻകര ഭാഗവും അല്ലേ, വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം, ഭൂഖണ്ഡങ്ങളുടെ ഭാഗം കോണ്ടിനെൻ്റൽ എന്ന് വെച്ചാൽ വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം എന്നുള്ള അർത്ഥമാണുള്ളത്. അത് രണ്ടും ഉൾപ്പെടുന്ന ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി എബോവ് ദ അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലായിട്ട്, അസ്തനോസ്ഫിയർ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള പോർഷനാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് വളരെ സ്ലോലി അല്ലെ, വളരെ സാവധാനം ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പം ടെക്ടോണിക് ബലകങ്ങൾ എന്നാൽ എന്ത്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ബലകങ്ങൾ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഈ ബലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ പോർഷൻ, അതാണ് ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയർ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിങ്ങനെ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ സ്ലോലി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസ്തനോസ്ഫിയർ? അപ്പോൾ എന്താണ് അസ്തനോസ്ഫിയർ? അസ്തനോസ്ഫിയറിൻ്റെ മുകളിലാണല്ലോ ടെക്ടോണിക് പ്ലേറ്റ്സ് ഇങ്ങനെ സ്ലോലി മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അസ്തനോസ്ഫിയർ? ദ പാർട്ട് ബെനീത്ത് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗം. വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. ഇവിടെ മെറ്റീരിയൽസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത് എങ്ങനെയാണ്? പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്, അതായത് ഭാഗികമായി ഉരുകിയ അവസ്ഥയിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ. അപ്പോൾ ദ പാർട്ട് ബെനീത്ത് ദ ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ. ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. മെറ്റീരിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പാർഷ്യലി ഭാഗികമായി മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഉരുകിയ അവസ്ഥയിലാണ്. ഇസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. ഇങ്ങനെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ് അസ്തനോസ്ഫിയർ? ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇനി there are 3 types of plate boundaries which are their right its features. 3 തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അതിൻ്റെ ഫീച്ചേഴ്സ് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 കൺവേർജൻറ്റ് ബൗണ്ടറി, 2 ഡൈവേർജൻറ്റ് ബൗണ്ടറി, 3 ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറി എന്നിങ്ങനെ 3 ബൗണ്ടറീസ്, പ്ലേറ്റ് ബൗണ്ടറീസ് ആണുള്ളത്. കൺവേർജൻറ്റ് ബൗണ്ടറി എന്ന് വെച്ചാൽ സംയോജക സീമ, ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് വെച്ചാൽ വിയോജക സീമ, പിന്നെ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് വെച്ചാൽ ഛേദക സീമ. കൺവേർജൻറ്റ് ബൗണ്ടറി, ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ. ഈ പ്ലേറ്റ്സ് പരസ്പരം അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് 2 പ്ലേറ്റ്സ് പരസ്പരം ഇങ്ങനെ അടുത്ത് വരും, അതിനെ കൺവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്നു. അടുത്ത ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. പരസ്പരം ദൂരേക്ക് നീങ്ങുന്ന ആ പ്ലേറ്റ്സിനെയാണ് ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. അടുത്ത ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് വെച്ചാൽ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. 2 പ്ലേറ്റ്സ് പരസ്പരം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നോക്കിയോളൂ, ബലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ സംയോജക സീമ എന്നറിയപ്പെടുന്നു. ബലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ വിയോജക സീമ എന്നറിയപ്പെടുന്നു. ബലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ ഛേദക സീമ എന്നറിയപ്പെടുന്നു. അതാണ് എന്താണ്? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് സ്ലൈഡ് എന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്യുക, ഉരസുക. സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ എന്ന് വെച്ചാൽ പരസ്പരം ഉരസി നീങ്ങുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. ഇനി അറ്റ് വിച്ച് പ്ലേറ്റ് ബൗണ്ടറീസ് ഡു ഫോൾഡ് മൗണ്ടെയ്ൻസ് ഫോംഡ്. ഏത് ബലകാതിരുകളിലാണ് മടക്കു പർവ്വതങ്ങൾ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഫോം ചെയ്യുന്നത്? അറ്റ് കൺവേർജൻറ്റ് ബൗണ്ടറി, സംയോജക സീമകളിൽ. ഇനി ഹൗ ആർ ഹിമാലയാസ് വെയർ ഫോംഡ്. എങ്ങനെയാണ് ഹിമാലയം രൂപപ്പെട്ടത്? നോക്കോളൂ, ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് മൂവ് നോർത്ത് വാർഡ്സ് ആൻഡ് കെയിം ക്ലോസ് ടു ദ യൂറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റ് നോർത്ത് വാർഡ് വടക്കോട്ട് ഇങ്ങനെ നീങ്ങുന്നു. ആൻഡ് കെയിം ക്ലോസ് ടു ദ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് വെച്ചാൽ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്ത് എത്തുന്നു.
ദ തെതിസ് സീ ബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ടു ലാൻഡ് മാസ്. ഈ രണ്ട് ലാൻഡ് മാസസിൻ്റെ ഇടയ്ക്ക് തെതിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഷീൻ്റെ സീ ബെഡ് ഉണ്ടായിരുന്നു അല്ലേ. ആ തെതിസ് ഓഷീൻ്റെ സീ ബെഡ് കടൽത്തറ ഭാഗം, തെതിസ് എന്ന് പറഞ്ഞാൽ ആ ഓഷീൻ്റെ കടൽത്തറ ഭാഗമുണ്ട്. അതെന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ്. ഇത് അപ്ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി, മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ആൻഡ് ഹിമാലയാസ് വെർ ഫോംഡ്. എന്നിട്ട് ഹിമാലയാസ് ഫോം ചെയ്തു. മനസ്സിലായോ? അപ്പം തെതിസ് എന്ന് പറയുന്ന ആ ഓഷീൻ്റെ സീ ബെഡ് അപ്ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർന്നാണ് ആര് ഫോം ചെയ്തത്, ഹിമാലയ പർവ്വതം ഫോം ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും പരസ്പരം കൂട്ടിയിടിച്ച് ഈ ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും യുറേഷ്യൻ പ്ലേറ്റിൻ്റെയും ഇടയ്ക്കുണ്ടായിരുന്ന തെതിസ് എന്ന് പറഞ്ഞ സീബെഡ് അപ്ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ത്യൻ പലകം വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ പലകത്തിന് സമീപം എത്തിയപ്പോൾ ഈ രണ്ട് കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ടു ലാൻഡ് മാസസ് എന്ന് വെച്ചാൽ കരഭാഗം, ആ രണ്ട് കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയരുകയും ഹിമാലയ പർവ്വതം രൂപപ്പെടുകയും ചെയ്തു. ഇനി ഇൻ വിച്ച് പ്ലേറ്റ് ബൗണ്ടറി വാസ് ദ ഹിമാലയാസ് ഫോംഡ്. ഏത് പ്ലേറ്റ് ബൗണ്ടറീസിലാണ്, ഏത് ബലക അതിരിലാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്? ആ കൺവേർജൻ ബൗണ്ടറി, സംയോജക സീമയിൽ. അതായത് ബലങ്ങൾ പരസ്പരം അടുക്കുന്ന അതിര്, അതാണ് സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജൻ ബൗണ്ടറി. ഇനി ഓറോജനിക് പ്രോസസ് ഈസ് ആക്റ്റീവ് അലോങ് ദ. ഓറോജനിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്നത് എവിടെയാണ്? പ്ലേറ്റ് ബൗണ്ടറീസിൽ ബലക അതിരുകളിലാണ്. ഓക്കെ, ഏത് ബലകാതിരുകളിലാണെന്ന് വെച്ചാൽ കൺവേർജൻ ബൗണ്ടറിയില്ല, അവിടെയാണ് ഈ പർവ്വത രൂപീകരണം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അടുത്ത, വാട്ട് യു മീൻ ബൈ ഓറോജനിക്? എന്താണ് ഓറോജനിക്? ഇറ്റ് മീൻസ് മൗണ്ടൈൻ ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓറോജനിക് എന്ന് പറഞ്ഞാൽ. അടുത്ത, നെയിം ദ സീ ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ യുറേഷ്യൻ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് നിലനിന്നിരുന്ന ആ സമുദ്രത്തിൻ്റെ പേരെന്താണ്? തെതിസ് സീ അല്ലേ. തെതിസ് ഇന്ത്യൻ പലകത്തിന് യുറേഷ്യൻ പലകത്തിന് ഇടയിൽ നിലനിന്നിരുന്ന സമുദ്രത്തിൻ്റെ പേര് തെതിസ്. അടുത്ത, വിച്ച് ടു പ്ലേറ്റ്സ് കൊളൈഡഡ് ടു ഫോം ഹിമാലയസ്? ഏതൊക്കെ രണ്ട് പ്ലേറ്റ്സ് പരസ്പരം ചേർന്നിട്ടാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്? ഏതൊക്കെയാണ്? ദ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് ദ യുറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും, ഇന്ത്യൻ പലകവും യുറേഷ്യൻ പലകവും. അടുത്ത, വിച്ച് ഇസ് ദ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ നോർത്തേൺ മോസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏതാണ്? ട്രാൻസ് ഹിമാലയം. ഇത് വേറൊരു പേരിൽ അറിയപ്പെടുന്ന എന്താണ്? തിബറ്റൻ ഹിമാലയ എന്ന് ഇത് അറിയപ്പെടുന്നു. ഇനി ദ റീജിയൻ ഈസ് നോൺ ആസ് ദ തിബറ്റൻ ഹിമാലയ എന്നറിയപ്പെടുന്ന പ്രദേശം ട്രാൻസ് ഹിമാലയാസ്, നമ്മൾ പറഞ്ഞതാണ്. ഇനി ഹൗ ഫാർ ഡസ് ദ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് എക്സ്റ്റെൻഡ്? ഈ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് എവിടം മുതൽ എവിടം വരെയാണ് വ്യാപിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞതാണ്. ദ നോർത്തേൺ മൗണ്ടെയിൻ എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റിലുള്ള ബ്രഹ്മപുത്ര റിവർ വരെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. എവിടെ നിന്ന്? ഫ്രം ദ റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് സൈഡിലുള്ള ഇൻഡസ് എന്ന് പറഞ്ഞ റിവർ മുതൽ ഈസ്റ്റ് സൈഡിലുള്ള ബ്രഹ്മപുത്ര റിവർ വരെ. ഉത്തരപർവ്വത മേഖല എവിടം വരെ വ്യാപിച്ചു കിടക്കുന്നു? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം എത്ര കിലോമീറ്റർ നീളമാണ്? 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഹൗ വാസ് ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോംഡ്? എങ്ങനെയാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തത്? എങ്ങനെയാണ് ആ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഹാവ് ബീൻ ഫോംഡ് ബൈ ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സിൻ്റെ ഫോൾഡിങ് അല്ലേ. ശിലാപാളികളുടെ ഫോൾഡിംഗ്, വലനം മൂലമാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് ഉത്തരപർവ്വത മേഖല രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി ഈ പ്രദേശം ടിബറ്റൻ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലെസർ ഹിമാലയം, ഗ്രേറ്റർ ഹിമാലയം, ട്രാൻസ് ഹിമാലയം. ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്ന പ്രദേശം? ട്രാൻസ് ഹിമാലയം അല്ലേ. ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 28 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി നോട്ട്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ നോട്ട് അപ്ലോഡ് ചെയ്യും. മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ.